എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആണോന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഫയലുകളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ തിരിച്ച്? ഒന്നാമത്തെ കാർഡ് പറയുന്നത് ഉണ്ട് എന്നാണ്. കാരണം നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. സ്വല്പം കുറവുണ്ട് എന്നുള്ളത് സത്യമാണ്. നിങ്ങളുടെ അത്ര ആവേശത്തിൽ, നിങ്ങളുടെ അത്ര ആഗ്രഹത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ഒരു ചെറിയ പോയിൻ്റ് പിന്നിലായി. അതൊരു പക്ഷേ നിങ്ങളെ അംഗീകരിച്ച് നിങ്ങൾക്ക് കീഴിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാകാം. ജീവിതത്തിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവർ തന്നെയാണ്. ചില തെറ്റിദ്ധാരണകളും വാശികളും ഉണ്ടാകുമ്പോൾ ചില ദേഷ്യത്തിൽ പെട്ടെന്ന് പ്രൊവോക്കേഷനിലൂടെ എന്തെങ്കിലുമൊക്കെ പറയും. എനിക്ക് സ്നേഹമില്ല, ഞാൻ അങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും സ്നേഹം മനസ്സിലുണ്ട്. സ്നേഹമില്ലാതെ ഇങ്ങനെ വരില്ല. പിന്നെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും കൂടുതൽ തരണം ചെയ്യാതെ വന്നതുകൊണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒന്നിനൊരു വില കൽപ്പിക്കുന്നില്ല. അങ്ങനെ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങൾ നൽകുന്ന പരിഗണനയ്ക്കും പലപ്പോഴും വില നൽകിയില്ലെന്ന് വരാം. അത് കണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളാണ്, നിങ്ങളല്ലാതെ ആരുമില്ല, സാധിക്കുകയുമില്ല. നിങ്ങൾ ആ വ്യക്തിയെ ഉൾക്കൊണ്ടതുപോലെ, മനസ്സിലാക്കിയതുപോലെ, നിങ്ങൾ ഒരുമിച്ച് പോകുന്നത് പോലെ മറ്റാർക്കും ആ വ്യക്തിയോടൊത്ത് ഒരുമിച്ച് പോകാനും സാധിക്കില്ല. ആ വ്യക്തിക്ക് അവരെ ടോളറേറ്റ് ചെയ്യാൻ ഒട്ടും സാധിക്കുകയുമില്ല. അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്നൊരു വ്യക്തി, സ്നേഹത്തിൻ്റെ ഭാഷയ്ക്കും ശൈലിക്കും വ്യത്യാസമുള്ളത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും, എന്നോട് ഞാൻ സ്നേഹിക്കുന്നത് പോലെ അത്ര സ്നേഹമില്ലേ. ഒരുപക്ഷെ പ്രകടിപ്പിക്കാനുള്ള മടിയാകാം. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ആർജവം, ജീവിക്കാനുള്ള ഒരു മോഹം ഒക്കെ ആ വ്യക്തിക്കുണ്ട്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ചില തരണം ചെയ്യലുകൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് ആ വ്യക്തി ഉടനീളം അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ കാര്യമായ ബുദ്ധിമുട്ടുകളില്ലാത്തത് കൊണ്ട്, പ്രണയസംബന്ധിയായിട്ട് അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ അകപ്പെടാത്തത് കൊണ്ട് തന്നെ പ്രണയത്തിൻ്റെ വില, സ്നേഹത്തിൻ്റെ വില പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ സ്നേഹമുണ്ട്, അവർ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ പലതരം വാശിയും ചെറിയ അവരുടേതായ ചില കാഴ്ചപ്പാടുകളും ആ സ്നേഹത്തിൻ്റെ മാധുര്യത്തെ വൈകിക്കുകയോ കുറക്കുകയോ ചെയ്യുന്നുണ്ട്. ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മനസ്സിൽ ആ വ്യക്തിയുടെയും നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഒരു യൂണിറ്റി ഇല്ലായ്മ, ഒരു ഐക്യമില്ലായ്മ മാറുകയാണ്. ആ ഐക്യമില്ലായ്മ മാറി നിങ്ങൾ ഒരുമിക്കാൻ പോവുകയാണ്. കാരണം അതിന് കുടുംബത്തിൻ്റെ ഒരു പിന്തുണ വരുന്നുണ്ട്. അതായത് പഴമക്കാരുടെ, പഴയ ആളുകളുടെ ഒരു പിന്തുണ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് പിരിയരുത്, അകലരുത്. നിങ്ങളുടെ സ്വയം ഉള്ള തീരുമാനത്താൽ നിങ്ങൾ രണ്ടുപേരും ബാലിശമായി അകലരുതെന്ന് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ പാരമ്പര്യ ഭാഗത്തു നിന്നുള്ള ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. ആ ഒരു അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ പിരിയാതെ ദൃഢമായി ഒരുമിച്ച് നിൽക്കാനാണ് സാധ്യത. അതുകൂടാതെ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ നിന്ന് തന്നെ ഐക്യപ്പെടണം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, കൂടുതൽ സ്നേഹിക്കണം. രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നമ്മളല്ലാതെ ആരുമില്ല, നമ്മൾ ഒരുമിക്കേണ്ട കാലം കഴിഞ്ഞു എന്നുള്ള സത്യാവസ്ഥ, എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ ഐക്യപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുകയും ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള
ആ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോവുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ഒരുമിച്ച് ഒരേ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇല്ല എന്ന് നിങ്ങൾ കരുതുന്ന ആ വ്യക്തിയുടെ സ്നേഹം തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങളെ പരസ്പരം ഒരുമിപ്പിക്കുന്ന യൂണിവേഴ്സിൻ്റെ ഒരു കവചം തന്നെയുണ്ട്. നിങ്ങൾ അകന്ന് ഒരു പരിധി കൂടുതൽ ഒരിക്കലും പോവില്ല. അത് യൂണിവേഴ്സ് ഉറപ്പ് നൽകുകയാണ്. കാരണം കഴിയില്ല. അങ്ങനെ നിങ്ങളെ മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട് ആളുകളെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെന്നും ഒരുമിച്ച് നിൽക്കണം, ഒന്നെന്നും സ്നേഹിക്കണമെന്ന് കരുതുന്ന നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരാകാം, സുഹൃത്തുക്കളാകാം, ബന്ധപ്പെട്ടവരാകാം, അവരൊരിക്കലും നിങ്ങളെ അകന്നു പോകാൻ സമ്മതിക്കില്ല. അത് യൂണിവേഴ്സ് തീർത്തിട്ടുള്ളതാണ്. പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തീർത്തിരിക്കുകയാണ്. അങ്ങനെ അടുത്ത കാർഡ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കൈയും കെട്ടി നിന്നാൽ മതി. നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും കൊണ്ടുവന്ന് തരും. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേണ്ടി നടപ്പിലാക്കി തരാനും ഇവിടെ ശക്തിയുണ്ട്. പോസിറ്റീവ് എനർജിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ അച്ഛനോ അമ്മയോ വീട്ടുകാരോ ആ വ്യക്തിയുടെയോ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ, നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങളുടെ മനസാക്ഷി, നിങ്ങളുടെ സത്യസന്ധത, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി അപ്പീൽ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാധിച്ചു തരും. നിങ്ങൾ ആഗ്രഹിച്ചത് ഒരുപാട് നാളായിട്ട് സാധിക്കാതിരുന്നത് അത് സാധിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. എത്ര മനോഹരമായൊരു സൗഭാഗ്യമാണ് നിങ്ങൾക്കുള്ളത്. ഈശ്വരൻ നിങ്ങളുടെ ഏത് ആഗ്രഹവും നടത്തിത്തരും. നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ ആ നന്മയും അതിനുള്ളൊരു സമ്മാനമായിട്ട് അതിനെ കണക്കാക്കാം. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഒരു തരത്തിൽ അല്ലലും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, ഒരു തരത്തിൽ അലോസരങ്ങളും ഇല്ലാതെ, കഷ്ടപ്പാടില്ലാതെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് തരണം ചെയ്ത് വിജയത്തിൻ്റെ ശ്രീകോലിൽ നിങ്ങളെത്തും. നിങ്ങളുടെ മനസ്സും ആരോഗ്യവും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. ആത്മസംതൃപ്തിയോടെ നിങ്ങൾക്ക് പോകാം. അത് അടുത്ത കാർഡ് അതാ പറയുന്നത്. ആത്മസംതൃപ്തിയോടെ പോകാൻ കഴിയും. ഒരുപാട് ദുഃഖിക്കുകയും വിഷമിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ഈശ്വരൻ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നു. മനസ്സിൽ ഉണ്ടായ മരവിച്ച വേദനകളെപ്പറ്റി ഓർമ്മിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയപ്പെടും. എത്രയോ ടെൻഷൻ അനുഭവിച്ചു, എത്രയോ ദുഃഖം അനുഭവിച്ചു, എത്രയോ പ്രതിസന്ധികൾ അനുഭവിച്ചു. ജീവിതത്തിൽ ഹൃദയം എത്ര വേഗതയിൽ ഇടിച്ചു. തണുത്ത അവസ്ഥയിൽ പോലും ചൂടോടുകൂടി വേർത്ത് നിങ്ങൾ എരിഞ്ഞ് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള ദുഃഖമാണ്. എന്ത് ചെയ്യും എന്ന് കരുതിയ നിമിഷങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ശക്തി നൽകിയില്ലേ. നിങ്ങൾ ഒരുമിച്ച് നിർത്തുകയും ചെയ്യും. മനസ്സും ശരീരത്തിനും സംതൃപ്തിയും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ യാഥാർത്ഥ്യമാകുകയൊക്കെ ചെയ്യും. പ്രണയം പൂക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. റൊമാൻസാണ് അടുത്ത കാർഡ്. പ്രണയത്തിൻ്റെ ഏറ്റവും ആത്യന്തിക ഭാവത്തിൽ നിങ്ങളെത്തും. ഏറ്റവും നല്ലൊരു ഫയലാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരവാണ് ഈ നൽകുന്നത്. ആ വ്യക്തിയുടെ ഉള്ളിൽ ശക്തി, പോസിറ്റീവ് എനർജി, പ്രണയം കൊണ്ടുവരികയാണ്. ഏറ്റവും ശക്തമായ റൊമാൻസ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ ഒരു ശൈലിയിലേക്ക് പോകുന്നു. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നു. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നന്മകൾ, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകുന്നു. ജീവിതത്തിൽ എന്നെന്നും മികവാർന്ന രീതിയിൽ പോസിറ്റീവായിട്ട് പോവുക. പ്രണയത്തിൻ്റെ ആത്യന്തിക തലത്തിൽ നിങ്ങളെത്തുന്നു. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തലമില്ല എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന നിമിഷങ്ങൾ. അടുത്ത കാർഡിലേക്ക് പോകാം. പ്രൊട്ടക്ഷൻ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റേയാൾ നിങ്ങളെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും സംരക്ഷകരാകുകയാണ്. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ മറ്റേയാൾക്കും സഹിക്കില്ല, തീരെ തിരിച്ചു. നിങ്ങൾക്കും ആ വ്യക്തിക്കും അതുപോലെ തന്നെ. മാത്രമല്ല പോസിറ്റീവ് എനർജിയുടെ ശക്തി. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ സംരക്ഷിക്കുന്നു. എല്ലാം കൊണ്ടും ഒരു സംരക്ഷിത കവചം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളേറ്റവും അടുത്ത് സന്തോഷകരമായിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ
ഒരു പ്രസക്തിയുമില്ല. തിരിച്ച് സ്നേഹിക്കുന്നേ ഉണ്ട്. എന്നേത്തേക്കാളും എപ്പോഴത്തേക്കാളും മറക്കാൻ പോലും കഴിയുന്നില്ല. ഓർമ്മയിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ്. മനസ്സിൽ രണ്ടുപേരുടെയോ നിങ്ങൾ തന്നെയാണ്. എല്ലാ വാശികളും തെറ്റുകളും അകൽച്ചകളും മാറാൻ പോകുന്നു. അവസാനമായിട്ട് കാർഡ് വരുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. നിങ്ങൾ തമ്മിലൊരു സ്വതന്ത്രമായൊരു ബന്ധം രൂപാന്തരപ്പെടുന്നു. മുമ്പൊക്കെ ചിലപ്പോൾ തുറന്ന് സംസാരിക്കാത്തതിൻ്റെ പേരിൽ ബന്ധങ്ങളിൽ ചെറിയ ചെറിയ വിള്ളലുകളും എന്ത് പറയണം, അങ്ങനെ പറയാമോ ഇങ്ങനെ പറയാമോ, പക്ഷേ നിങ്ങൾ തമ്മിലൊരു മികച്ച ബന്ധം രൂപാന്തരപ്പെടുന്നു. ഒരു നല്ല സുഹൃത്തുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാനും എന്തും ഉപദേശിക്കാനുള്ളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു. മുമ്പ് നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു. അത് നിങ്ങൾക്ക് ബന്ധത്തിൽ വിള്ളലില്ലാതിരിക്കാൻ സഹായകമാകും. ബന്ധത്തെ ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്യാനായിട്ട് സഹായമാകും. അത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഇതിലൂടെ നടക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ എത്തിയിരിക്കുന്നു. മനസ്സിലതുണ്ടായിരുന്നു. മുമ്പുണ്ടായ തെറ്റിദ്ധാരണകളും മുമ്പുണ്ടായിരുന്ന പിടിവാശികളൊക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.